ഉന്മേഷ്, വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുവന്നിരിക്കുകയാണ്. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ വടകര ദുബായിലിട്ട് ചേച്ചിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇപ്പൊ ദുബായി പോയില്ലേ, എന്തെങ്കിലും ആട്ടെ. അപ്പം വടകരയെ വെച്ച് ചേച്ചിയെ പോലീസ് പോക്കി. അപ്പൊ കേരള പോലീസിന് 3-4 ദിവസം എടുത്ത് എല്ലാവരും കമ്മിറ്റ് കേരള പോലീസിന് ബിഗ് സല്യൂട്ട് എന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഒട്ടും സല്യൂട്ട് കൊടുക്കത്തൊന്നുമില്ല. കാരണം ഒരു പെണ്ണിനെ പോലും തപ്പിയെടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴേ ന്യൂസിൽ മൊത്തം അവര് ദുബായ് അവിടെ ഇവിടെ എന്നൊക്കെ ഉള്ള രീതിയിലെ സംസാരങ്ങളായിരുന്നു മൊത്തം അറിയാൻ ചെയ്തത്. നമ്മളും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കും അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്തായാലും ഇന്ന് വടകരയെ വെച്ച ആളിനെ പൊക്കിയിട്ടുണ്ട്. അവരുടെ ബന്ധു വീട്ടിൽ വെച്ചാണ് പൊക്കുകയും ചെയ്തത്. അത് മാത്രമല്ല, ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ടെസ്റ്റും കാര്യങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ചേച്ചിയുടെ ഫേസ് നിങ്ങൾ ശ്രദ്ധിച്ചോ, മൊത്തം കറുത്തിരണ്ടിരിക്കുന്നത്. 3-4 ദിവസം ചേച്ചി ശരിക്കും അങ്ങ് ടെൻഷൻ അടിച്ചെന്ന് ആ ഒരു ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും. ഒരുത്തന്റെ ജീവിതം നശിപ്പിച്ച് തൊലച്ച് ഒരു നാണവും മാനവും ഇല്ലാതെ നീയൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഈ പുട്ടിയും അതും ഇതൊക്കെ ഇട്ട് നടക്കുന്നതിന്റെ മാത്രമേ ഉള്ളൂ നിനക്കൊക്കെ. കണ്ടില്ലേ, 3-4 ദിവസം ഒന്നും ഇടാതിരുന്ന് വീട്ടിൽ ഇരുന്ന് മൂങ്ങിക്കൊണ്ടിരുന്നപ്പോൾ നിന്റെയൊക്കെ കോലം എത്രയേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഒരുങ്ങിക്കെട്ടി ഇറങ്ങി. ഞാൻ ആരെയും മോശമായിട്ട് സംസാരിക്കുന്നതല്ലേ. ചില അവൾമാരുണ്ട് ഇതുപോലെ പുട്ടിയിട്ട് വന്നിട്ട് ഒരു ഫോൺ എടുത്ത് വെച്ചിട്ട് എന്ത് തോന്നിവാസം കാണിക്കാന്നുള്ള രീതിയിലാണ് ഇപ്പൊ അവിടെ അവസ്ഥ. കണ്ടില്ലേ, നിനക്ക് റീച്ച് ആവണമെന്നല്ലായിരുന്നു കാര്യം. ഇപ്പൊ ലോകം മൊത്തം നീ അറിയപ്പെട്ടിട്ടുണ്ട്. ലോകം മൊത്തം എനിക്കൊന്ന് കേരളത്തിലെ ഒരു ഇൻഫ്ലുവൻസർ ചിലപ്പോൾ നീ ആയിരിക്കും. ലോകം മൊത്തം ഇവിടെ പോലുള്ളവന്മാരെയൊക്കെ എന്ത് പറയാനാ. ഓക്കെ, കേരള പോലീസ് ഞാൻ ബിഗ് സല്യൂട്ട് ഒന്നും ഞാൻ പറയത്തൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഇത്രയും ദിവസമായിട്ട് അമ്മരെ കണ്ടുപിടിച്ചാൽ. അല്ലാത്ത രാത്രി 12 മണിക്ക് 1 മണിക്ക് ഓരോരുത്തൻ്റെയൊക്കെ ഫ്ലാറ്റിലൊക്കെ പോയി ഓരോരുത്തന്മാരെ രാഷ്ട്രീയക്കാരെയൊക്കെ പൊക്കി അറസ്റ്റ് ചെയ്യാനൊക്കെ ഇവനൊക്കെ ഒരു മടിയില്ല. എന്നിട്ടൊരു പീറ പെണ്ണിനെ പൊക്കാൻ പോലും പറ്റാത്തൊരു പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചുകൊണ്ടായിരിക്കും കൂടുതൽ തെളിവെടുപ്പും ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടിയിലേക്കും നീങ്ങുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മൊബൈൽ ഫോൺ കണ്ടെത്തുക എന്നുള്ളതാണ്. ആ നടപടിയിലേക്കാണ് അതുമായി ബന്ധപ്പെട്ട് പോലീസ് നീങ്ങുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ദൃശ്യങ്ങളാണ്. അതായത് ദീപകിന്റെ ദൃശ്യങ്ങൾ ഇവർ ഫോണിൽ ചിത്രീകരിച്ചു. ആ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത്. അതിനെക്കുറിച്ച് എനിക്കൊന്ന് സംസാരിക്കാനുണ്ട് നിങ്ങളുടെ അടുത്ത്. നിങ്ങളൊന്ന് ആലോചിക്കും, ആ ബസ്സിനകത്ത് അവളൊരു പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവളെ ബസ്സിലെ ആദ്യം ഒരു പെൺകുട്ടിക്ക് മോശമായിട്ടുള്ള അനുഭവം കണ്ട് പിന്നെയാണ് തനിക്ക് ആ അനുഭവം ഉണ്ടായെന്നുള്ള രീതി അവൾ സംസാരിച്ച്. പിന്നെ അത് മാത്രമല്ല, അവൾ പോലീസിന് കംപ്ലൈന്റ് കൊടുത്തു എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ അവൾ അവിടെ പ്രതികരിച്ചു എന്ന് പറഞ്ഞു വെളിയിറങ്ങിയിട്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ പല പല കാര്യങ്ങൾ ഇവൾ പറഞ്ഞ കള്ളമാണ്. ഇവൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഇവൾ എന്തിനു പേടിച്ചിരിക്കണം, എന്തിനു ഒളിച്ചു പോകണം? ഇതിലൊരു ആവശ്യമില്ലായിരുന്നു. ഇവർക്ക് സിമ്പിളായിട്ട് അത് വേണമെങ്കിൽ തെളിയിക്കാമായിരുന്നു. എന്തുകൊണ്ട് ഇവൾ പേടിച്ച് മാറി നിന്നു? ഇവളെക്കുറിച്ച് അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവള് ലോക ഉടായ്പാണ്. ഇവള് നൈസായിട്ട് എന്താ പറയുക, റീച്ചിന് വേണ്ടി മാത്രമേ കാണിച്ചു കൂട്ടിയ തോന്നിവാസങ്ങളാണ് ഇതൊരു മൊത്തം. അവൾ നിരപരാധിയായിരുന്നെങ്കിൽ അവൾക്ക് പുല്ലുവള തെളിയിക്കാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് തെളിയിച്ചില്ല? അതുകൊണ്ടാണ് ഇപ്പോൾ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറയില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ വന്നെങ്കിൽ പറ, ഒരു സമാധാനത്തെ. പിന്നെ ജസ്റ്റിസ് ഫോർ ദീപക് തന്നെ കമന്റ് ഒന്നും കൂടി ഇട്ടോ. ഇവിടെ അയാൾക്ക് നീതി ഇവക്ക് അനുഭവിക്കണം, ഇവിടെ ശിക്ഷ മേടിക്കണം. ഇത് കണ്ടിട്ട് ഓരോ പെണ്ണുങ്ങളും ഇത് മനസ്സിലാക്കണം. ആ ദൃശ്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നവമാധ്യമങ്ങളിൽ നിന്ന് വിമർശനം ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ ഷിംജിത അത് നീക്കം ചെയ്തിരുന്നു. അതേ തുടർന്ന് പിന്നീട് അത് കണ്ടെത്തേണ്ടതുണ്ട്. മാത്രമല്ല, അതിൽ എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങളാണ് പിന്നീട് പ്രചരിച്ചത്. അത്തരമൊരു സാഹചര്യത്തിൽ അത് കണ്ടെടുക്കുക എന്നുള്ളത് ഏറ്റവും സമഗ്രമായൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഫോൺ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഫോൺ കണ്ടെത്താൻ വിശദമായിട്ടുള്ള തെളിവെടുപ്പ് ഉണ്ടാകും. അതുൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോലീസ് നീങ്ങും. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരമൊരു സംഭവത്തിലേക്ക് ഇടയാക്കുന്ന സാഹചര്യം ഉണ്ടായത്. പയ്യന്നൂരിലുള്ള യാത്രക്കിടയിലായിരുന്നു. ഇനി ആരും ഇങ്ങനെ അനുഭവിക്കാൻ പാടില്ല. അത്ര വേദന അനുഭവിച്ചിട്ടാണ് ഞാൻ നിൽക്കണമെന്ന് 4 ദിവസം എൻ്റെ കുട്ടീൻ്റെ മുഖം ഞാൻ കണ്ടിട്ട്. ആകെ ഒരു കുട്ടിയാണ് എനിക്കുള്ളത്. ഒന്നും ഒരു പാവം കുട്ടിയാണ്. ഒരാളോട് ഒരു ചീത്തത്തരത്തിൽ എൻ്റെ ഇതുവരെയായിട്ട് പോയിട്ടില്ല. ഈ പോകില്ലെന്നും എനിക്കറിയാം. എല്ലാവരും എന്നെ അറിയണവരും ഞാൻ തളിയമ്പലത്തിലെ മെമ്പറാണ്, വെടി മെമ്പറാണ്. എല്ലാവർക്കും അറിയാം എൻ്റെ മോൻ. ഞാൻ അവിടെ പോയി അവനെ വിളിക്കാൻ വരിക. അവിടെയുള്ള ആൾക്കാർക്ക് ഇതെപ്പോഴും പോയതും കൂടി തളിയമ്പലത്തിലെ ആൾക്കാർ അവരൊക്കെ ഷോക്കായി പോയി കേട്ടോ. എൻ്റെ കുട്ടിക്ക് അങ്ങനത്തെ ഒരു ചീത്ത സ്വഭാവമേ ഇല്ല. അമ്മനെ അച്ഛനെ എന്താ വിട്ട് എൻ്റെ മോനെ സഹിക്കാൻ പറ്റാതെ. എന്തായാലും അമ്മയുടെ കണ്ണീരിന് ദൈവം അവക്കാരന് ശിക്ഷ കൊടുക്കും. അങ്ങനെ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇന്ന് മന്ത്രി ഗണേഷ് കുമാർ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് ഒരു കാര്യം വഹവെക്കാത്തൊരു വ്യക്തിയായിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് കറക്റ്റ് കാര്യങ്ങളായിരുന്നു. എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ കൂടെ നിൽക്കൊന്ന് വെച്ചുതരാം. എന്തായാലും കേരളത്തിൽ എല്ലാവർക്കും ഇപ്പോൾ സന്തോഷമായെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ സന്തോഷമായെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ കൂടെ ജസ്റ്റ് ഒന്ന് വെച്ചുതരാം. അതൊക്കെ വളരെ കഷ്ടമായി പോയി. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ ആ റീൽ കണ്ടു. സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അയാൾ അങ്ങനെ ഒരു ദുരുദ്ദേശപരമായി അവരെ ശരീരത്തിൽ തൊട്ടിട്ടില്ല. ഞാൻ കണ്ട വീഡിയോയിൽ തൊട്ടിട്ടില്ല. പക്ഷെ അതെന്തങ്ങനെ ചെയ്യാൻ പാടില്ല. അതൊക്കെ നമ്മളെ ആളുകളെ ഈ ചിലർക്ക് ഈ കാലം മാറിയെങ്കിലും അവരിത് അഭിമാനം എന്ന് പറയുന്നത് അവരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനൊന്നും കൈകടത്താൻ വളരെ കഷ്ടമായി പോയത്.
വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമായി. അങ്ങനെ അവർ തമാശ, അവർ വീഡിയോ എടുക്കുന്ന ചിരിച്ചുകൊണ്ടാണ്. അതാണ് ഏറ്റവും വേദനാജനകം എന്ന് പറയുന്നത്. ഒരാൾ നമ്മളെ അങ്ങനത്തെ അത്തരത്തിൽ മോശമായി പെരുമാറുന്നെങ്കിൽ അവരോടുള്ള എക്സ്പ്രഷൻ വ്യത്യാസമുണ്ട്. ഇതിൽ ചിരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഒരു തമാശ രൂപേണ എടുക്കണം. ആ തമാശ രൂപേണയാണെങ്കിൽ പോലും ആ മനുഷ്യന്റെ ഹൃദയത്തെ അത് വല്ലാതെ ടച്ച് ചെയ്തു. അയാൾക്ക് അപമാനമായി തോന്നി. ഒരാൾ ജീവൻ എടുക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ വളരെ വിഷമമാണ്, വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമായി പോയി. ഞങ്ങൾ ക്യാമറകളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ആരോടും നമ്മൾ റീൽസ് എടുക്കരുതെന്ന് പറയാൻ അതില്ല. ഇപ്പം കൊടുമുടിയുടെ മേളിൽ നിന്നൊക്കെ റീൽസ് എടുത്ത് താഴെ വീണ് മരിക്കുന്നുണ്ട് ആൾക്കാർ. നമുക്കൊന്നും ചെയ്യാനൊക്കില്ല. അതൊരു ഒരാളുകളുടെ സ്വാതന്ത്ര്യമാണ്. അതൊക്കെ നമ്മൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും റീൽസ് എടുക്കും. അതൊന്നും നമുക്ക് തടയാൻ പറ്റത്തില്ല. KSRTC ബസ്സിനകത്ത് എടുത്തോട്ടെ, അത് നമുക്കൊരു പബ്ലിസിറ്റി അല്ലേ. പക്ഷെ ഇങ്ങനെയുള്ളതൊന്നും വേണ്ട എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ, എനിക്ക് എന്റെ റീൽസ് എടുക്കാം, എനിക്ക് പാട്ട് പാടാം, റീൽസ് എടുക്കാം, ഡാൻസ് ചെയ്യണം, എല്ലാവരുടെയും റീൽസ് എടുത്ത് നമ്മൾ ഇടരുതെന്നുള്ളത്. അവനവന്റെ നമുക്ക് എന്തും ചെയ്യാമല്ലോ. നമുക്ക് ഡാൻസ് കളിക്കാം, നമുക്ക് പാട്ട് പാടാം. അത് കാണാനും ഇഷ്ടംപോലെ പ്രേക്ഷകരുണ്ട്. നമുക്ക് സന്തോഷമേ ഉള്ളൂ കാണുമ്പോൾ. അതെടുക്കൂ. അല്ല വഴിയെ പോകുന്നവരുടെ റീൽസ് എടുത്ത് ഇപ്പോൾ ഒരു പരാതി ഒരാളിൽ നിന്ന് ഇത്തരത്തിലൊരു മോശമായ ഒരു സ്പർശനമോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി ഒരെണ്ണം എടുക്കാം. അത് പോലീസിന് കൈമാറാം, അതിന്റെ അതോറിറ്റികൾ കൈമാറാം. അല്ല അത് പബ്ലിഷ് ചെയ്ത് അയാളെ മാനാഭിമാനങ്ങളെ ആളുടെ ചോദ്യം ചെയ്യാൻ പാടില്ല. അതിനോട് യോജിപ്പില്ല. കൊടുക്കുന്നത് സത്യം പറയാലോ, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞത് പുള്ളിക്കാരനാണ്. പോയപ്പോൾ ആ വീട്ടുകാർക്ക് പോകാൻ ചെയ്ത് ഇനിയിപ്പോൾ റീലും കാര്യങ്ങളൊക്കെ എടുക്കുന്നെങ്കിൽ എന്തെങ്കിലും കഴമ്പുള്ള കേസായിട്ട് എടുക്കാൻ നോക്കുക. പിന്നെ അതുപോലെ ഒരു കാര്യം, ഇപ്പം ഈ പെണ്ണിനൊരു ശിക്ഷ കിട്ടിയെന്നും പറഞ്ഞിട്ട് ആണുങ്ങൾക്ക് എന്ത് തോന്നിയാസം കാണിക്കാം എന്നുള്ള രീതിയിലാണ് ചില നാറികൾ അങ്ങനെ ഇറങ്ങി തിരിക്കും കേട്ടോ. ദയവ് ചെയ്ത് ഉള്ള വിലയും കൂടെ കളഞ്ഞു കുളിപ്പിക്കരുത് ദയവ് ചെയ്ത്. ഓക്കെ, എല്ലാവരും ഈക്വലായിട്ട് പോകണം, അതാണ് സത്യം പറഞ്ഞാൽ വേണ്ടത്. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് അവളെ പൊക്കിയതിന്. ബൈ, ലവ് യുവർ ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ലവ് യു.